അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ബംഗാൾ ചുഴലിക്കാറ്റിന് മുന്നോടിയായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. തമിഴ്നാട്ടിൽ 2000 ഏക്കറിലെ കൃഷി നശിച്ചു. ചുഴലിക്കാറ്റ് മറ്റന്നാൾ തീരം തൊടും. കനത്ത ജാഗ്രതയിൽ ദുരന്ത നിവാരണ വിഭാഗം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഉടൻ. തട്ടിയെടുത്ത പണം പലിശയടക്കം തിരിച്ചുപിടിക്കാൻ തീരുമാനം. വഴിവിട്ട് പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ പരിശോധന തുടരുന്നു. പെൻഷൻ ലഭിക്കാൻ സഹായിച്ചവർക്കെതിരെയും നടപടിയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് 2022-ൽ. മറുപടി ലഭിച്ചത് 2 വർഷം വൈകി കഴിഞ്ഞയാഴ്ച. ഗത്യന്തരമില്ലാതെ ഫാക്ടറി പൂട്ടി വ്യവസായി. വീടും സ്ഥലവും ലേലം ചെയ്ത് ബാങ്കും. തൃശൂർ വടക്കാഞ്ചേരിയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. വൈദ്യുതി വേലി സ്ഥാപിച്ചത് പന്നിശല്യം തടയാനെന്ന് സംശയം. മരിച്ചത് നടത്തറ വീട്ടിൽ ഷിഹാബ്. കൊടുവള്ളിയിൽ സ്കൂട്ടർ യാത്രക്കിടെ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ച് സ്വർണം തട്ടിയത് കടയടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ. കൊള്ള നടത്തിയത് കാറിലെത്തിയ 4-അംഗ സംഘം. നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ കയറിയ കള്ളനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സംഭവം ഉദയൻകുളങ്ങര ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ. സീപ്ലെയിൻ പദ്ധതിക്ക് സ്വാഗതമോദി പുറക്കാടിന് പിന്നാലെ കൈനകരി പഞ്ചായത്തും. പദ്ധതി നടപ്പാക്കാൻ പശ്ചാത്തല സൗകര്യമേറെ. മെഗാ ടൂറിസം പദ്ധതിയുടെ കെട്ടിടങ്ങളും ടെർമിനലും സീപ്ലെയിനായി ഉപയോഗിക്കാം. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് 18 വാർത്താ പരമ്പര തുടരുന്നു. ചൂരൽമല ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താൻ ബാക്കി 47 പേരെയെന്ന് സർക്കാർ കണക്ക്. കാത്തിരിപ്പ് തുടർന്ന് ബന്ധുക്കൾ. തെരച്ചിൽ തുടരുകയോ മരിച്ചതായി പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്നും ആവശ്യം. സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിൽ ദുരന്തഭൂമിയിലെ ഉറ്റവർ. മറന്നോ വയനാടിനെ? ന്യൂസ് 18 പരമ്പര. വിശദമായ വാർത്തയിലേക്ക്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഇന്ന് ബിജെപി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി ബിജെപി ദേശീയ നേതാക്കളെ കാണും. അതിനിടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ER രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, മഹാരാഷ്ട്രയിലെ സസ്പെൻസിന് ഇന്ന് സമാപനമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ ഏക്നാഥ് ഷിൻഡെ നടത്തിയ വാർത്താ സമ്മേളനം അതിൻ്റെ ഒരു കൃത്യമായ സൂചനയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചർച്ച വഴിമുട്ടിച്ചത് ശിവസേനയുടെ കടുത്ത നിലപാടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഏക്നാഥ് ഷിൻഡെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ സംസാരിച്ചിട്ടുണ്ട്. BJP എടുക്കുന്ന ഏത് നിലപാടിനൊപ്പവും ശിവസേന നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ദേവേന്ദ്ര ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും വഴി തെളിയുകയാണ്. ഏതായാലും ഇന്ന് നിർണായകമായ യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും പങ്കെടുക്കും. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയായിരിക്കും സാധ്യത. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രിമാർ ആര് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും. അജിത് പവാർ NCPയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഏക്നാഥ് ഷിൻഡെ ആ പദവിയിലേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ചില ഡിമാൻഡുകൾ ഈ ഘട്ടത്തിൽ പോലും ഏക്നാഥ് ഷിൻഡെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ മന്ത്രിസ്ഥാനത്തിൽ ചില വകുപ്പുകളിൽ അവർ ആവശ്യം ഉന്നയിക്കുന്നു. നഗരവികസന വകുപ്പ് വേണം ശിവസേനയ്ക്കെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അക്കാര്യം കൂടി ഷിൻഡെ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ ആര് എന്ന ചോദ്യം ബാക്കിയുണ്ട്. ഒരുപക്ഷെ മകൻ, നിലവിൽ കല്യാണം എന്നുള്ള MP ആണ് ശ്രീകാന്ത് ഷിൻഡെ. ശ്രീകാന്ത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ഷിൻഡെ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിർണായകമായ ചർച്ചകൾ 6 മണിക്കാണ്. അജിത് പവാർ ഇതിനോടകം തന്നെ
ഡൽഹിയിലെത്തി. ഷിൻഡെയും ഫഡ്നവിസും 4 മണിയോടുകൂടി ഡൽഹിയിലെത്തിയേക്കും. അതേസമയം വിനോദ് താവ്ഡെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. വിനോദ് താവ്ഡെ ഇന്നലെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പ്രധാനമായി ഉയർന്നു വന്നത് മറാത്ത വിഭാഗത്തെ എങ്ങനെ പരിഗണിക്കുമെന്ന കാര്യമാണ്. കാരണം ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹം മറാത്ത സമുദായത്തിനുള്ള നേതാവല്ല. അപ്പോൾ അവരെ എങ്ങനെ ഒപ്പം നിർത്തുന്ന അടക്കമുള്ള ചർച്ചകൾ ഇന്നലെ ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകളൊക്കെ BJPയിൽ നിന്ന് അകന്നിരുന്നെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിൽ മറാത്ത വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി BJPയെ തുണച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭയിൽ ആ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകാനുള്ള നീക്കവും BJP ആരംഭിച്ചിട്ടുണ്ട്. അശ്വതി, അതാണ് രാകേഷ്. മറ്റൊരു കാര്യം, പാർലമെന്റിലേക്ക് എത്തുമ്പോൾ വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണല്ലോ. 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഒപ്പം അദാനി സമ്പൽ സംഘർഷങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധവും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അല്ലെ? അതെ ശ്രുതി, കഴിഞ്ഞ ദിവസത്തിന് സമാനമായിരിക്കും ഇന്നത്തെ സാഹചര്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അദാനി വിഷയം, സമ്പൽ സംഘർഷം, മണിപ്പൂർ കലാപം, ഈ 3 വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിനുണ്ട്. പ്രധാനമന്ത്രി മറുപടി പറയണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ സ്പീക്കർ അതിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് സഭ കഴിഞ്ഞ ദിവസത്തിലെ പോലെ തന്നെ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് ലോക്സഭ സമ്മേളിച്ചാൽ ആദ്യത്തെ നടപടി പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരിക്കും. 2 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിലൊന്ന് കേരളത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയാണ്. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നേതാവ് നാന്ദേദിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് രവീന്ദ്ര ചവാനാണ്. ഈ 2 പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് സഭ കടക്കുക. ഏതായാലും പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3 പേർ ഒരുമിച്ച് ലോക്സഭയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോണിയ രാജ്യസഭയിലാണ്. ഏതായാലും പ്രിയങ്ക കൂടി ലോക്സഭയിൽ എത്തുന്നത് കരുത്താകുമെന്നൊരു കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. അശ്വതി, ശരി. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഫെങ്കൽ ഭീതിയിലാണ് തമിഴ്നാട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ചയോടുകൂടി ഫെങ്കൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരം തൊടും എന്നാണ് മുന്നറിയിപ്പ്. വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഇപ്പോൾ തന്നെ വലിയ നാശം തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നു. ഈ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നറിയുമ്പോൾ എത്രത്തോളം ആശങ്കയിലാണ് തമിഴ്നാട്? തീർച്ചയായും അശ്വതി, തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത്. 2000 ഏക്കർ കൃഷിഭൂമിയാണ് ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ വെള്ളത്തിനടിയിലായത്. ഒപ്പം തന്നെ ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തമിഴ്നാടിന്റെ വിവിധ മേഖലകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം തീരം തൊടുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ 6 മണിക്കൂറുകളായി ഇത് നിശ്ചലമായി തന്നെ തുടരുകയാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ച് നവംബർ 30ഓടുകൂടി, അതായത് മറ്റന്നാളോടുകൂടി ഇത് ശക്തി പ്രാപിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരം തൊടുമെന്നാണ് ഇന്ന് IMD പുറത്ത് ഇറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് തമിഴ്നാട് ഉള്ളത്. ഒപ്പം തന്നെ ചെന്നൈ, തൂത്തുക്കുടി, മധുര, തിരുച്ചിറപ്പള്ളി, സേലം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്ന് ഇൻഡിഗോ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണിത്. ഒപ്പം തന്നെ തിരുവാരൂർ, തിരുത്തുറപ്പെട്ടി, മധുപ്പേട്ട, മയിലാടുംതുറ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശക്തമായ മഴയായിരുന്നു. ഈ സാഹചര്യം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇത് മഴയുടെ ഒരു ഗതി നോക്കി വീണ്ടും ഇത്തരത്തിൽ തന്നെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി തുടരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ, വകുപ്പുകളിലേക്കൊക്കെ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാവികസേനയുമായി സംയുക്തമായിട്ടായിരിക്കും ഈ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള ഒരു നടപടി ഉണ്ടാവുക. അത്തരം മുന്നറിയിപ്പുകളും വിശദാംശങ്ങളും ഒക്കെ പുതുച്ചേരി മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അശ്വതി, എന്തായാലും വലിയ നാശനഷ്ടമാണ് ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായത്. 2000 ഏക്കറോളം കൃഷിഭൂമി നശിക്കുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 30-ാം തീയതിയോടുകൂടി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് തീരം തൊടുമെന്ന് തന്നെയാണ് ഇപ്പോൾ IMD മുന്നറിയിപ്പ് നൽകുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.
ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉടൻ തുക തിരിച്ചുപിടിക്കാൻ സർക്കാർ. സമയബന്ധിതമായി പലിശയടക്കം തുക തിരിച്ചുപിടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധനകളും തുടരുകയാണ്. ഇതിന് ഇവരെ സഹായിച്ചവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, കൂടുതൽ വ്യാപ്തിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാരിന്റെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. അത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ മരിച്ചുപോയവരുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളുമൊക്കെ, തദ്ദേശ പ്രതിനിധികൾ ചിലരൊക്കെ ഇത്തരത്തിൽ പണം തട്ടിയിരുന്നു. അതായത് മരിച്ചുപോയതെന്ന കാര്യം അറിയിക്കാതെ വീണ്ടും ആ പണം വാങ്ങിയെടുത്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും അനധികൃതമായി പണം വാങ്ങുന്നു എന്നൊരു വിവരം സർക്കാരിന് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സേവന ഈ ക്ഷേമ പെൻഷൻ ആപ്പും സേവനയും തമ്മിൽ അതിലെ ആധാർ നമ്പർ പരിശോധിച്ചാണ്, അത് കണക്ട് ചെയ്ത് പരിശോധിച്ചാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. നേരത്തെ തന്നെ സർക്കാരിന് സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം ഉള്ളവരും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സ്വമേധയാ പിന്മാറാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു സമയം സർക്കാർ സാവകാശവും ഒക്കെ അനുവദിച്ചത്. പക്ഷേ അതിനുശേഷവും നടന്നതിനെ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തിയത്. അതിലാണ് ഇപ്പോൾ ഇന്നലെ 4488 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനയുടെ ഭാഗമായി ഉണ്ടാകും. എങ്ങനെയാണ് ഈ അനർഹർ ഈ പട്ടികയിൽ കടന്നുകൂടിയത്, സർക്കാർ ശമ്പളം വാങ്ങുന്നവർ എങ്ങനെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം അവർക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട്. അനധികൃതമായ വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ട്. ചിലരൊക്കെ നേരത്തെ വികലാംഗ പെൻഷൻ പോലുള്ള വാങ്ങുന്നവരായിരുന്നു. അവർ ആ പെൻഷൻ വേണ്ടെന്ന് വയ്ക്കാതെ സർക്കാർ സർവീസ് വരുമ്പോൾ അതും ശമ്പളവും വാങ്ങി മുന്നോട്ട് പോവുകയായിരുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള സഹായങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായെന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമാണത് ഉണ്ടാക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് തന്നെ പ്രതിമാസം കോടികൾ ചെലവ് വരുന്നു. അതിനിടയിൽ ഇങ്ങനെ തട്ടിപ്പ് കൂടി നടക്കുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന്റെ ഭാരം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഈ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് തിരിച്ചുപിടിക്കും, പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ തീരുമാനം. സർക്കാർ ഉദ്യോഗസ്ഥർ ആയതുകൊണ്ട് തന്നെ അവരുടെ ശമ്പളത്തിൽ നിന്ന് അത് തിരിച്ചുപിടിക്കാൻ സർക്കാരിന് എളുപ്പം കഴിയുകയും ചെയ്യും. അതാണ് അരുൺ, ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പഴി കേൾക്കേണ്ടി വന്നൊരു സർക്കാർ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോകാനും കൂടി സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പിണറായി സർക്കാരാകട്ടെ തുടർ സർക്കാരാകട്ടെ ഈ ഏറ്റവും വലിയ നേട്ടമായി ഭരണനേട്ടങ്ങൾ, ക്ഷേമ നേട്ടങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേമ പെൻഷനായിരുന്നു. വലിയ കുടിശ്ശിക ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷനുകൾ തുക വർദ്ധിപ്പിച്ച് 1600 രൂപ വരെയാക്കി നൽകാൻ കഴിയുന്ന വലിയ അഭിമാനമായി സർക്കാർ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പെൻഷൻ മുടങ്ങി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തി. അവിടെ നിന്ന് വീണ്ടും ഈ പെൻഷൻ വിതരണം സാധാരണഗതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തുകയാണ്, തീവ്ര ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് കൂടി പുറത്തു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. പക്ഷെ അപ്പോഴും ഈ പൈസ വാങ്ങിയവരുടെ പട്ടിക പേരുവിവരം പുറത്തുള്ള സർക്കാർ തയ്യാറാകുന്നതിന് കാരണം ഇതിൽ പലരും വികലാംഗർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ അവരെ കാര്യത്തിൽ അവമാനിക്കേണ്ട എന്നൊരു നിലപാടിന്റെ ഭാഗമായാണ് സർക്കാർ പട്ടിക പുറത്തുവിടാത്തതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ പറഞ്ഞത് ഈ പേരുവിവരങ്ങൾ കിട്ടാൻ ഞെട്ടും. കാരണം 6 ശമ്പളം വാങ്ങുന്ന ആളുകൾ പോലും ഈ പട്ടികയിലുണ്ട്. കോളേജ് പ്രൊഫസർമാരുണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം ആളുകളുടെ പട്ടിക തൽക്കാലം സർക്കാർ പുറത്തുവിടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇനിയും ഇത്തരം തട്ടിപ്പ് തുറന്നാൽ പക്ഷേ ആ പേരുകളടക്കം സർക്കാർ പുറത്തുവിടാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇവരിൽ നിന്ന് എത്രയും വേഗം ഈ തട്ടിയെടുത്ത പണം തിരിച്ചുപിടിക്കാൻ നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ നടപടി വൈകിയപ്പോൾ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടമാണ്. പ്രതിവർഷം 20 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറിയാണ് കോവിഡ് പ്രതിസന്ധി ഉൾപ്പെടെ ബാധിച്ച് പൂട്ടിപ്പോയത്. 2022 ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപേക്ഷ നൽകിയെങ്കിലും കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായി ഷാന്റെ വീട് ഇതിനകം ജപ്തി ചെയ്തു എന്ന് മാത്രമല്ല ബാങ്ക് ലേലം ചെയ്യുകയും ചെയ്തു. ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണ് എന്നത്. കോവിഡിന് ശേഷം ബിസിനസ് നഷ്ടത്തിലാവുകയും അതിന് ബിസിനസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 2022 ജൂലൈ മുതൽ ബാങ്കിനോട് നിരന്തരമായി ലോൺ റീസ്ട്രക്ചർ ചെയ്യാനും എൻഹാൻസ്മെന്റ് ചെയ്യാനും അപേക്ഷകൾ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കാണാതെ 2022
ഡിസംബറോട് കൂടി വ്യവസായ വകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പിലേക്കും അപേക്ഷ നൽകിയായിരുന്നു. അപ്പോൾ അതിനും യാതൊരുവിധ മറുപടിയും ലഭിക്കാതെ 2023 ജനുവരിയിൽ അക്കൗണ്ട് നിഷ്ക്രിയാവസ്ഥയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 2024 ആദ്യം തന്നെ ബാങ്ക് എന്റെ വസ്തുവകകൾ ലേലത്തിൽ വെക്കുകയും ചെയ്തു. കൊല്ലം സ്വദേശി ഷാൻ 2019 20 കാനറ ബാങ്ക് കടപ്പാക്കട ശാഖയിൽ നിന്ന് 40 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വർഷം 20 കോടി രൂപ ടേൺ ഓവർ നേടിയിരുന്ന കശുവണ്ടി ഫാക്ടറി കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായി. 40 ലക്ഷം വായ്പാ ബാധ്യതയിൽ 25 ലക്ഷം രൂപ മറ്റൊരു വ്യവസായിക്ക് ജാമ്യം നിന്നതിന്റെ പേരിലായിരുന്നു. പ്രതിസന്ധി കാലത്ത് തിരിച്ചടവുകൾ മുടങ്ങി. ഇതിനിടെ കശുവണ്ടിയുമായി പോയ വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ ഇൻഷുറൻസ് തുക ലഭിച്ചതുമില്ല. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് 2022 അപേക്ഷ നൽകി. വായ്പാ പരിധി ഉയർത്താൻ കഴിയില്ലെന്ന അറിയിപ്പ് ലഭിച്ചത് കഴിഞ്ഞയാഴ്ച. ലേലത്തിൽ വിറ്റുപോയ വസ്തുവകൾ കഴിഞ്ഞതിന് ശേഷം 2024 നവംബർ 24 തീയതി വ്യവസായ വകുപ്പിൽ നിന്നും 2023 NBA ആയതുകൊണ്ട് 2024 ലോൺ കൂട്ടി നൽകാൻ സാധിക്കില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു അറിയിപ്പെത്തുമ്പോൾ വീടും ഫാക്ടറിയും ഒന്നും ഷാനിന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നപ്പോൾ വീട് ജപ്തിയായി എന്നത് മാത്രമല്ല, ഇതിനകം അത് ലേലം ചെയ്തു പോവുകയും ചെയ്തു. 2021 പരാതി നൽകി കഴിഞ്ഞയാഴ്ച മറുപടി ലഭിച്ച മറ്റൊരു മുൻ കശുവണ്ടി വ്യവസായി കൊല്ലം സ്വദേശി ജയചന്ദ്രന്റെ വീടും നേരത്തെ ജപ്തി ചെയ്തിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചിരിക്കുകയാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പുതിയ പരാതിയായി ചൂണ്ടിക്കാണിക്കാനാണ് നീക്കം. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചതാണ്. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ താല്പര്യം. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് നേരത്തെ ആദ്യ പരാതി അത് ഒത്തുതീർപ്പായി പിന്നീട് അവർ മുന്നോട്ട് പോകാനെല്ലാം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ രണ്ടാമത് പരാതി നൽകുമ്പോൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിൽ അന്ന് കോടതി മുൻപാകെ നൽകിയ ഉറപ്പുകളും കാര്യങ്ങളുമുണ്ട്. അതിൽ ഏകപക്ഷീയമായ രീതിയിലുള്ളൊരു ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ക്രൂരമായ രീതിയിലുള്ളൊരു പീഡനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. തന്നെ ശാരീരികമായി വലിയ രീതിയിൽ തന്നെ അതിൽ മുറിപ്പെടുത്തിയിരിക്കുന്നു. ഭർത്താവിൻ്റെ കുടുംബവും അതിനൊപ്പം നിന്ന് മാനസികമായ പീഡനങ്ങൾ തനിക്ക് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ സമ്മതിച്ചിരുന്ന, നേരത്തെ പറഞ്ഞിരുന്ന ഉപാധികൾ, അതിൻ്റെ എല്ലാം തന്നെ ലംഘനമാണ്. ഒരുമിച്ച് ജീവിക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു. അതാണ് ഈ ആദ്യ പരാതി. പിന്നീട് അത് ഒത്തുതീർപ്പാകുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുണ്ട്. തനിക്ക് ഈ മുറിപ്പാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും തുടർന്ന് തൻ്റെ കുടുംബത്തിനൊപ്പം പോകാൻ അനുവദിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ പെൺകുട്ടി പിന്നീട് കുടുംബത്തിനൊപ്പം പോരുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പെൺകുട്ടി എഴുതി നൽകിയ പരാതിയുണ്ട്. അപ്പോൾ അതിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിൽ നിയമവിദഗ്ധരുമായി കൂടുതൽ കൂടിയാലോചനകൾ നടത്തും. കാരണം ഇതിൽ കോടതി ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത കാര്യങ്ങളിലാണ് പിന്നീട് വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പരാതിയായി ഉയരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ ചർച്ച നടത്തിക്കൊണ്ട് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയും കുടുംബവും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. ഇനി യാതൊരു കാരണവശാലും ഒരു ഒത്തുതീർപ്പിലേക്കുമില്ല. പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് തൻ്റെ മകളുടെ ഭർത്താവ് രാഹുൽ ഒരു സൈക്കോപാത്തിനെ പോലെ തൻ്റെ മകളോട് പെരുമാറി ശാരീരികമായി ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു ഒത്തുതീർപ്പ് എന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല. മകളുടെ ജോലി, നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് അത് അവരുടെ നിർബന്ധം മൂലം, ഭർത്താവിൻ്റെ നിർബന്ധം മൂലം അത് രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലും വന്നിരിക്കുന്നു. അങ്ങനെ തീർത്തും നിരാലംബമായ രീതിയിലേക്ക് ഈ പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഉത്തരവാദിത്വം ഭർത്താവിനും കുടുംബത്തിനുമുണ്ട്. അതെല്ലാം തന്നെ പരാതിയിൽ തന്നെ കൊണ്ടുവരിക, അതുമായി കേസുമായി മുന്നോട്ട് പോകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. വൈകാതെ അതിനുള്ളൊരു നടപടികളിലേക്ക് അവർ നീങ്ങിയേക്കും. അശ്വതി. ശരി ഡാനി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ. ഓഫീസ് അസിസ്റ്റന്റുമാർ മുതൽ ഗസറ്റഡ് ഓഫീസർമാർ വരെ തട്ടിപ്പ് നടത്തിയെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. 1458 ഉദ്യോഗസ്ഥരുടെ പേര് വിവരം പുറത്തുവിട്ടു. പെൻഷൻ തട്ടിപ്പുകാരിൽ കൂടുതൽ പേർ ആരോഗ്യവകുപ്പിൽ. തട്ടിപ്പുകാരുടെ പട്ടിക പൂർണ്ണമായി പുറത്തുവന്നാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി. ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. അനധികൃതമായി വാങ്ങിയ പണം തിരികെ പിടിക്കും. പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെന്ന് മന്ത്രി. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ തള്ളി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണ ആവശ്യം തള്ളി CPM. നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് CPM എന്നും MV ഗോവിന്ദൻ. ADMന്റെ മരണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് CITU നേതാവ് മലയാലപ്പുഴ മോഹനൻ. CBI അന്വേഷണത്തെ എതിർക്കുകയല്ല പാർട്ടി സെക്രട്ടറി ചെയ്തത്. കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് പറഞ്ഞ അഭിപ്രായമെന്ന്. തടിയേക്കാളും മികച്ചത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകളും വ്യക്തികളും സമരപ്പന്തലിലേക്ക് ദിനംപ്രതി എത്തുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം മുനമ്പം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ഇനിയുള്ള നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട് എന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. 3 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാൻ ശ്രമിക്കും. തന്റെ മറ്റ് ചുമതലകൾ മുനമ്പം കമ്മീഷനെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതില്ലെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷനാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. സർ, ഒരു കമ്മീഷൻ അധ്യക്ഷനായി വീണ്ടും എത്തുകയാണ്. പ്രത്യേകിച്ച് മുനമ്പം പോലുള്ളൊരു വിഷയം എങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്? കഴിഞ്ഞ ദിവസമാണ് അതിന്റെ പരിഗണനാ വിഷയങ്ങളെല്ലാം നിശ്ചയിച്ചത്. അല്ല, പരിഗണനാ വിഷയങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ഇങ്ങനെ കമ്മീഷനായിട്ട് നിയോഗിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമേ എനിക്കറിയാവുള്ളൂ. പരിഗണനാ വിഷയങ്ങൾ ഉടനെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം തന്നെ ജില്ലാ കളക്ടറോട് കമ്മീഷൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. ഇതിൻ്റെ ഓഫീസ് തീർച്ചയായിട്ടും എറണാകുളത്ത് തന്നെ വേണം. കാര്യം വെച്ചാൽ മുനമ്പം ഇവിടെ അടുത്ത പ്രദേശമാണ്. ഇവിടുത്തെ സമീപവാസികൾ മുനമ്പം വാസികളുടെ സൗകര്യം നോക്കിയാണ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. അപ്പം എറണാകുളത്ത് തന്നെ കമ്മീഷൻ തുടങ്ങും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസ് കളക്ടർ കണ്ടുപിടിക്കും. കമ്മീഷൻ്റെ പ്രവർത്തനം ഉടനെ തുടങ്ങും. ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ ഉടനെ തുടങ്ങും. അതിൽ ബന്ധപ്പെട്ട കക്ഷികളെ എല്ലാവരെയും, തൽപര കക്ഷികളെ, അവിടുത്തെ താമസക്കാരെ, അവിടെ വ്യവസായങ്ങൾ നടത്തുന്നവരെ, ഓരോ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, അവരെല്ലാം ബുദ്ധിമുട്ടുള്ളവരെ അല്ല ആർക്കൊക്കെയാണ് ഗ്രീവൻസ് ഉള്ളത് അവരെ എല്ലാം കേൾക്കും. അതുമാത്രമല്ല എല്ലാ കക്ഷികളെയും, വാക്കപ്പ് ബോർഡിൻ്റെ ഇഷ്യൂ ഇതാണല്ലോ മെയിനിലുള്ളത്, വാക്കപ്പ് ബോർഡിനെയും കേൾക്കണം. അങ്ങനെ തൽപര കക്ഷികളെ എല്ലാവരെയും കേൾക്കും. എനിക്ക് വേണ്ടത് എല്ലാവരുടെയും സഹകരണമാണ്. കാര്യം വെച്ചാൽ സമയത്ത് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം. പിന്നെ കമ്മീഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. നോട്ടീസ് അയക്കാനും സമൻസ് അയക്കാനും കക്ഷികളുടെ തെളിവ് ഹാജരാക്കാൻ നിർബന്ധിക്കാനും രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഓർഡർ കൊടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരരുത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്നും കക്ഷികളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടായാൽ, രേഖകൾ സമയത്ത് ഹാജരാക്കിയാൽ കമ്മീഷൻ്റെ പ്രവർത്തനം സമയത്ത് തന്നെ തീർക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഈ 3 മാസം വളരെ പരിമിതമാണ്. വളരെ വിപുലമായ ഇഷ്യൂസാണ് ഉള്ളത് അവിടെ. ഏതായാലും
സങ്കീർണമായ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു 3 മാസത്തിൽ കമ്മീഷന് കൺക്ലൂഷൻ എത്താൻ ഒക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂട്ടി ചോദിക്കും ഗവൺമെൻറ്. അതെല്ലാം എപ്പോഴും ഞാൻ പല കമ്മീഷനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എപ്പോഴും ഒരു കമ്മീഷനെ നിയോഗിച്ചാൽ അതിന് എല്ലാ സഹായങ്ങളും അനുഭാവപൂർവമായ നടപടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനം സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒറ്റ കണ്ടീഷൻ ഇതാണ്: തൽപര കക്ഷികളുടെ എല്ലാ സഹകരണം വേണം, വിശ്വാസം വേണം അവർക്ക് കമ്മീഷനിൽ. അവരുടെ വിശ്വാസം, അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസമാണ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് നല്ല രീതിയിലാക്കുന്നത്. മുൻപത്തെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുറേയധികം ആളുകൾ, കുറച്ച് സ്ഥലങ്ങൾ മാത്രം കൈവശമുള്ളവർ, അപ്പോൾ അവർ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടിയാൽ മാത്രമേ അവരുടെ മറ്റു പല കാര്യങ്ങളിലേക്കും ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ആശങ്ക ഇത് വൈകുമോ എന്നതാണ്. തീർച്ചയായിട്ടും. ഒന്നാമത് ഈ തീരദേശ പ്രദേശങ്ങളിലെ ആളുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കക്കാരാണ്. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ് അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് നിർദ്ദേശിക്കാനാണ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. കമ്മീഷൻ വളരെ മാനുഷികമായ പരിഗണനയായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ നിയമത്തിനെ മറികടക്കാൻ കമ്മീഷൻ ഒരിക്കലും സാധിക്കില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം നിയമാനുസൃതമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. രാജ്യത്തെ നിയമമുണ്ട്, എല്ലാത്തിനും വ്യവസ്ഥാപിത നിയമങ്ങളുണ്ട്. പക്ഷേ ഒരു മനുഷ്യാവകാശ പരിഗണന മുൻനിർത്തി മാനുഷിക പ്രശ്നം ആയിട്ട് തന്നെ പരിഗണിച്ച് ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവൻ പേര് റവന്യൂ രേഖകളടക്കം വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നൊരു ഘട്ടം ഉണ്ടാവും. അല്ല, മുഴുവൻ രേഖകളും ഓരോ വ്യക്തികളുടെയും ചെറിയ ഹോൾഡിങ്സിൻ്റെ രേഖകൾ പരിശോധിക്കുക പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ സമാന പ്രശ്നമുള്ളവരുടെ എല്ലാം ഗ്രൂപ്പായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഭിഭാഷകരും അസോസിയേഷനും അവർക്ക് വലിയ സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അതൊരു വലിയ സഹായമാണ്. സംഘടനയായിട്ടും ഒരു ഗ്രൂപ്പായിട്ടും റെപ്രസെൻ്റ് ചെയ്താൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കമ്മീഷന് വ്യക്തിപരമായിട്ട് എല്ലാവരെയും കേൾക്കേണ്ട ആവശ്യവും എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് രേഖകൾ സമാനമായിട്ടുള്ള കേസുകൾ, സമാന അവകാശമുള്ളവരുടെ കേസുകൾ ഒന്നിച്ച് പ്രസൻറ്റ് ചെയ്താൽ അതെനിക്ക് എളുപ്പമുണ്ട് എൻ്റെ ജോലി. അതുമാത്രമല്ല, എല്ലാ രേഖകളും പരിശോധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സർവേ, അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റവന്യൂ രേഖകളെ സംബന്ധിച്ചോളം കാര്യങ്ങൾ, ഒരു ലീഗൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്താൽ പിന്നെ അത് റവന്യൂ അതോറിറ്റിന് തീരുമാനിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇത്രത്തോളം കാര്യങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ അവിടെയാണ് ഒരു ടൈം ഫ്രെയിം എന്നത് ഇപ്പോഴേ തോന്നുന്നുണ്ടോ? ടൈം കൺസ്ട്രെയിൻറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഇത്ര ഒരു സങ്കീർണമായ ഒത്തിരി ധാരാളം ആൾക്കാരുടെ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കറിയില്ല, ഞാനത് ഡീറ്റെയിലായിട്ട് കടന്നിട്ടില്ല. അത് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരുടെ ഒരു അടിസ്ഥാനമായിട്ട് ഒരു പ്രിലിമിനറി ഹിയറിങ്, ആദ്യം തന്നെ ഞാൻ അവരുടെ സംഘടനകളെ എല്ലാവരെയും കേൾക്കും. അപ്പോൾ സംഘടനകളെ കേൾക്കുമ്പോൾ തന്നെ, അവരുടെ നേതൃത്വത്തിനെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം എനിക്ക് കൂടുതൽ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കും, ഏത് രീതിയിൽ കമ്മീഷന് സമയബന്ധിതമായിട്ട് തീർക്കാൻ ഒക്കുന്നുണ്ട്. എന്നിട്ട് വേണം കമ്മീഷൻ മുമ്പോട്ട് പോകാൻ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരുടെ സഹകരണം, അവരൊന്നും നീട്ടി ചോദിക്കാതെ അവരുടെ അഭിഭാഷകരൊക്കെ വരണം, അവരുടെ സഹകരണമാണ് എനിക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കും. കഴിയുന്ന നേരത്തെ ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഈ 3 മാസം പോലും വേണമെന്നില്ല റിപ്പോർട്ട് കൊടുക്കാൻ. എനിക്ക് സാധിക്കുമെങ്കിൽ ഞാനതിനു മുമ്പ് കൊടുക്കും. ഞാൻ എൻ്റെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ വേറെ പലർക്കൊരു ആശങ്കയുണ്ട്. ഞാൻ വേറൊരു കമ്മീഷനെ ചെയ്യുന്ന ആളാണ്, വേറൊരു കമ്മീഷൻ്റെ ചെയർമാനാണ്. പക്ഷേ അതൊരു കാര്യം, ആ കമ്മീഷന് ഇതിനേക്കാളും വിപുലമാണ്. അതിനകത്ത് 2 മെമ്പർമാർ, മെമ്പർ സെക്രട്ടറി, നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നാലോ അല്ലെങ്കിൽ അതിൽ എൻ്റെ പ്രവർത്തനം ഒരു കാരണവശാലും എൻ്റെ ഇതിനെ ബാധിക്കത്തില്ല. ഞാൻ എൻ്റെ മുഴുവൻ ഫോക്കസും ഈ കമ്മീഷൻ്റെ പ്രവർത്തനം തീരുന്നവരെ ഈ കമ്മീഷനിലായിരിക്കും. എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ പോലും ഞാൻ മാറ്റിവെച്ച് ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിലേക്ക് തിരിയും. യാതൊരു സംശയമില്ല. എൻ്റെ പ്രയോറിറ്റി, എൻ്റെ ഫോക്കസ് ഈ കമ്മീഷൻ പ്രവർത്തനത്തിലായിരിക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ ഗവൺമെൻറ് അത്ര വലിയ തിരക്ക് കാണിക്കുന്നതുകൊണ്ടാണ് 3 മാസം, സാധാരണ ഒരു കമ്മീഷൻ 6 മാസം സമയം തരാറുണ്ട്. 3 മാസം ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്കണ്ഠ എത്രമാത്രമുണ്ട്, എത്ര നേരത്തെ ഗവൺമെൻറ്റിന് തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹത്തിന് ഒത്തുയരുക എന്നുള്ളതാണ് ഒരു കമ്മീഷൻ്റെ ചുമതല. ഒരു കാര്യം കൂടി, ഇതിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രേഖകൾ വരെ എല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ അങ്ങനെയൊക്കെ വരുമോ? അത് ഞാൻ പറഞ്ഞേ, രേഖകൾ പരിശോധിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പായിട്ട് പരിശോധിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്.
കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഓരോരോ വ്യക്തിപരമായ നിയമ കേസുകൾ കാണത്തില്ല. ലാൻഡ് ഹോൾഡിങ്ങിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മറ്റേ തർക്കമുള്ള പാർട്ടികളുടെ ഈ വഖഫിന്റെ തർക്കമാണ് കൂടുതലായിട്ടും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വാക്കുകളാണ് ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് 8നോട് പറഞ്ഞിരിക്കുന്നത്. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും, ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് അദ്ദേഹം ഡാനിയോട് പങ്കുവച്ചത്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ സമയം തന്നെയാണ്. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാനാകുമോ എന്ന കാര്യത്തിലൊരു ആശങ്കയുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നു, എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ അത് 3 മാസം പോലും വേണ്ട, ഞാൻ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഒപ്പം ഈ കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾക്ക് താൻ ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. സർക്കാരിന് അത്രത്തോളം ഉത്കണ്ഠയും ആകാംക്ഷയുമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് സാധാരണ 6 മാസം വരെ ഒരു കമ്മീഷന് സമയം കൊടുക്കുന്നതാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതേസമയം ഇത്തവണ 3 മാസമാണ് മുനമ്പം പോലെ അത്രയും വലിയൊരു വിഷയത്തിൽ സമയം നൽകിയിരിക്കുന്നത്. അത് വളരെ കുറഞ്ഞ സമയമാണ്. ഒരുപാട് രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്, ഒരുപാട് പേരെ കേൾക്കേണ്ടതുണ്ട്. വളരെ വ്യാപകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ധൃതിയിലാണ് പക്ഷേ ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നത്. അതേസമയം തന്റെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് ചുമതലകളൊന്നും മുനമ്പം കമ്മീഷനെ ബാധിക്കില്ല എന്നും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നു. മുനമ്പം ഭൂമി പ്രശ്നം നമുക്കറിയാം വലിയ രീതിയിൽ ഒരു ജനത ഉറ്റുനോക്കുന്ന വിഷയമാണ്. അവരുടെ ജീവിതത്തെയും ജീവനെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. 48ാം ദിവസത്തിലേക്ക് കടക്കുന്നു അവരുടെ സമരം. 50 ദിവസം ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. സർക്കാരിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗം ഈ വിഷയം പരിഹരിക്കേണ്ടതുണ്ട് സർക്കാരിന്. അതുകൊണ്ട് തന്നെ 3 മാസമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. കാരണം തനിക്ക് ഇതിലൊരു മാനുഷികമായ പരിഗണനയിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് തന്റെ ആദ്യത്തെ പ്രയോറിറ്റി. കാരണം ഇതൊരു വലിയ ആളുകളുടെ, ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് മാനുഷികമായ പരിഗണനകൾ നൽകിക്കൊണ്ട് തന്നെയാവും താൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഈ 3 മാസം കൊണ്ട് ഇത് തീരുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. 3 മാസം കൊണ്ട് ഇത് തീരുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. അത് ഇതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിലൊരു സമയബന്ധിതമായി ഇത് തീർക്കേണ്ടതുണ്ട്. മറ്റ് കമ്മീഷനുകൾ പോലെയല്ല മുനമ്പം കമ്മീഷൻ ഇതിൽ പ്രാവർത്തികമാകേണ്ടത്. കാരണം നിരവധിയായ ആളുകളുടെ, വളരെ സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ ആ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകേണ്ടതുമാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ സാധാരണഗതിയിൽ ഒരു കമ്മീഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് 6 മാസം വരെയും സമയം നൽകാറുണ്ട്. പലപ്പോഴും അതിനപ്പുറത്തേക്കും സമയം, അതിൻ്റെ വിഷയങ്ങൾ അത് പഠിക്കേണ്ടതുകൊണ്ട്, അത് പരിശോധിക്കേണ്ടതുകൊണ്ട്, മനസ്സിലാക്കേണ്ടതുകൊണ്ട് അതിന് സമയം നീട്ടി ചോദിക്കാറുമുണ്ട്. സർക്കാരും അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനവും അതിന് അനുമതി നൽകാറുമുണ്ട്. പക്ഷേ മുനമ്പത്തേക്ക് വരുമ്പോൾ മുനമ്പത്തെ വിഷയങ്ങൾ വളരെ പെട്ടെന്ന് അത് തീർക്കേണ്ടതാണ്. ആ ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് മുനമ്പത്തെ വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷേ അതിലൊരു സംശയം അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെയുണ്ട്. 600-ലധികം കുടുംബങ്ങളുടെ ഒരു വിഷയങ്ങളാണ്. അതിൽ റവന്യൂ സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അത്തരം പരിശോധനകളിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് സ്വാഭാവികമായും ചിലപ്പോൾ സമയം കൂടുതലെടുത്തേക്കാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കാരണം ഇത് ഓരോരുത്തരുടെയും രേഖകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അങ്ങനെ വരികയാണെങ്കിൽ അതിന് കൂടുതൽ സമയമെടുത്തേക്കും. അപ്പോൾ ഒരു സമാന സ്വഭാവമുള്ള കേസുകൾ, സമാന സ്വഭാവമുള്ള വിഷയങ്ങൾ അത് ഒരുമിച്ച് പരിശോധിക്കാൻ കഴിയും. അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു സംഘടനയോ അല്ലെങ്കിൽ അവരെ അഭിഭാഷകരുടെ ഒരു കൂട്ടമോ അങ്ങനെ അവർ അത്തരം കാര്യങ്ങൾ കളക്റ്റീവായിട്ട് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് കഴിയുക. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തനിക്ക് വിഷയത്തിലേക്ക് കടന്നു വരികയും അത് പൂർത്തിയാക്കുകയും അടക്കം വേണം. കാരണം
ഇതിൽ അവിടെ സിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ തനിക്ക് എളുപ്പത്തിൽ കടന്നു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് എല്ലാവരുടെയും തന്നെ ക്ഷമിക്കണം അതിന് എല്ലാവരുടെയും സഹകരണം തനിക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് മുൻപത്തെ ആളുകൾ തന്നോട് സഹകരിക്കുക, മുൻപത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നോട് ഒപ്പം നിൽക്കുക എന്നത് തന്നെയാണ്. ആവശ്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അതിൽ എല്ലാവരിലേക്കും തന്നെ പോകേണ്ടതില്ല. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്, സമാന സ്വഭാവമുള്ള കേസുകൾ അത് ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പരാതികൾ ഒരുമിച്ച് കേട്ടുകൊണ്ട് അത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇത്രയും സമയം പോലും വേണ്ടി വരില്ല, വളരെ പെട്ടെന്ന് ഇത് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. തൻ്റെ പ്രധാനമായ രീതിയിൽ മാനുഷികമായ രീതിയിൽ തന്നെയാണ് തനിത് പരിഗണിച്ച് പോവുക എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ഇത് ജുഡീഷ്യൽ കമ്മീഷനാണ്, അതിൻ്റെ ഏത് രീതിയിലും അത് പരിഗണിക്കണമെന്നത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കോടതികൾ കാര്യങ്ങളെല്ലാം തന്നെ അത് അതിൻ്റേതായ രീതിയിൽ ഇതിൻ്റെ അന്തസ്സത്ത പരിശോധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ അത് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിനുള്ളൊരു പ്രാരംഭമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഓഫീസ് തുടങ്ങണം, മറ്റ് റിപ്പോർട്ടുകളടക്കം എത്തേണ്ടതുണ്ട്. ജില്ലാ കളക്ടറുടേതടക്കമുള്ള റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടറിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും മുഴുവൻ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, കാരണം അദ്ദേഹം തന്നെ മറ്റ് കമ്മീഷനുകളുടെ ചുമതല വഹിക്കുന്നുണ്ട്. പക്ഷേ മുനമ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് സജീവമായ ഒരു ശ്രദ്ധ താൻ നൽകുമെന്ന് പറയുന്നു. മുഴുവൻ കാര്യങ്ങളും ഇതിൽ തന്നെയായിരിക്കും. മറ്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിൽ അത് നീക്കിവെക്കാനായിട്ട് സാധിക്കും. മുനമ്പത്തിൽ തന്നെ ഏകീകരിച്ചു നിന്നുകൊണ്ട് കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ വളരെ പെട്ടെന്ന് പരിഗണിക്കാനാണ് തന്റെ ശ്രമമെന്ന് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നു. അശ്വതി, ശരി. എന്തായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ സമയത്ത് വളരെ ഗൗരവമുള്ളതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സീപ്ലെയിൻ വരണം. പുറക്കാട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കനകര് പഞ്ചായത്തും. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ശേഷം പൂട്ടിയിട്ടിരിക്കുന്ന മെഗാ ടൂറിസം പദ്ധതിയുടെ കെട്ടിടങ്ങളും കായലിലെ ടെർമിനലും ഉൾപ്പെടെ വട്ടക്കായൽ ഉൾപ്പെടുന്ന കൈനകരിയിൽ ഉണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18 പറഞ്ഞു. ആലപ്പുഴയിലെ കായൽ വിനോദസഞ്ചാര മേഖലയിൽ അതിമനോഹരമായ ഇടമാണ് വട്ടക്കായൽ. വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. സീപ്ലെയിൻ പഠന റിപ്പോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാനുള്ള റൺവേയും വാട്ടർ ഡോമും നിർമ്മിക്കുന്നതിന് പ്രഥമ പരിഗണനയിലുള്ള ഇടമാണ് പ്രകൃതി ഭംഗിയേറിയ ആഴം കൂടിയ പൊതുവെ മത്സ്യബന്ധനം കുറവായ വട്ടക്കായൽ. കൈനഗിരി പഞ്ചായത്ത് 13-ാം വാർഡിലെ 600 പാടത്തിൽ നിന്ന് വട്ടക്കായലിലേക്ക് ഹൌസ് ബോട്ട് ടെർമിനൽ ഉൾപ്പെടെ നീളുന്നതാണ് പദ്ധതി. ടെർമിനലിനായി ഒരുക്കിയ ഭംഗിയുള്ള നടപ്പാതയിലൂടെ നീങ്ങിയാൽ കായലിന്റെ മധ്യഭാഗത്തെത്താം. ഒപ്പം വിശ്രമമുറികൾ, ശുചിമുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ കരയിൽ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2000 പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയില്ല. ഔപചാരികമായ ഉദ്ഘാടനം നടന്നിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 12 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടു. 2014 നിർമ്മാണം പൂർത്തീകരിച്ചു. പക്ഷേ ഇതിങ്ങനെ തുറന്നു കിടക്കുകയാണ്. 10 വർഷം മുമ്പ് വിനോദസഞ്ചാര വകുപ്പ് 12 കോടി മുടക്കി നിർമ്മിച്ചവയ്ക്കെല്ലാം എന്ത് സംഭവിച്ചു? പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് തന്നെ വിവരിക്കട്ടെ. ഓപ്പൺ സ്റ്റേജാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ കുത്തിപ്പിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് പൂർണ്ണമായും കാണാൻ പറ്റാത്തത്. ഇതിന്റെ ഗാലറിയാണ്, ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്, അപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് അപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ടെർമിനൽ, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ സ്റ്റേജ്, ഗാലറി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ജനറേറ്റർ, വിശ്രമമുറികൾ, ശുചിമുറികൾ, കഫറ്റേരിയ, ഇത്രയും സംവിധാനങ്ങൾ വട്ടക്കായലിനരികിലായി സർക്കാരിന് ഇപ്പോൾ തന്നെ സ്വന്തമായുണ്ട്. വകുപ്പ് വിചാരിച്ചാൽ സീപ്ലെയിനിലെത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകാനാകും. കായലിന്റെ മധ്യഭാഗം വരെ നടന്നു വരാൻ ആസ്വദിക്കാൻ കഴിയുന്ന നിലയിലെ ഒരു നീണ്ട പാലം പോലെ ഒരു നിർമ്മാണം നടന്നിട്ടുണ്ട്. പിന്നെ ഏക്കർ കണക്കിന് വരുന്ന പ്രദേശത്ത് തിയേറ്ററുകളുണ്ട്, പാർക്കുകളുണ്ട്, റെസ്റ്റോറന്റുകൾ ആരംഭിക്കാൻ കഴിയുന്ന കെട്ടിടങ്ങളുണ്ട്. പിന്നെ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനറേറ്ററുകളുണ്ട്.
ഈ നിലയിലെ വലിയ രൂപത്തിലാണ് ഈ സംവിധാനം ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികളടക്കം ലഹരി ഉപയോഗത്തിനായി ഒഴിഞ്ഞുകിടക്കുന്ന ഈ പ്രദേശം തിരഞ്ഞെടുക്കുന്നു. സീപ്ലെയിൻ പദ്ധതിക്കായി വട്ടക്കായൽ തിരഞ്ഞെടുത്താൽ പ്രാദേശിക പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് പദ്ധതി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. സീപ്ലെയിൻ വരുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള നിലപാടുകളെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം വരുന്നത് ഇതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും, അത് കുറച്ചുകൂടി ശ്രദ്ധിക്കാനും കഴിയുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പ്രോജക്ട് സംബന്ധിച്ചുള്ള ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അവരെ മത്സ്യത്തൊഴിലാളികളെ ആണെങ്കിലും ജനങ്ങളെ ആണെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഇത് ജനങ്ങളെല്ലാം അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടികൾ വിലമതിച്ച സൗകര്യങ്ങൾ നശിക്കരുതെന്ന ലക്ഷ്യത്തോടെ കൈനഗിരി പഞ്ചായത്ത് ടൂറിസം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് നൽകിയ കത്ത് ടൂറിസം ഡയറക്ടറുടെ പരിഗണനയിലാണ്. അതിനോടൊപ്പം സീപ്ലെയിൻ പദ്ധതി കൂടി ലഭ്യമായാൽ പ്രദേശം വിനോദസഞ്ചാര രംഗത്ത് കൂടുതൽ കുതിപ്പിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്ക്. പ്രദേശവാസികൾക്കടക്കം ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രം ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ ഗവൺമെന്റ് ശ്രദ്ധയിലും ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് ഏറ്റെടുത്ത് ഭംഗിയായി നടത്തണം, അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടുതരണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഇടവേള. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഉടൻ തിരിച്ചുപിടിക്കാൻ സർക്കാർ. പലിശയടക്കം തുക സമയബന്ധിതമായി തിരിച്ചുപിടിക്കും. അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തും. ഇവരെ സഹായിച്ചവരെ കണ്ടെത്താനും പരിശോധന. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ചടങ്ങ് തുറമുഖ മന്ത്രിയുടെ ഓഫീസിൽ രാവിലെ 11-ന്. കരാറിലുള്ളത് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് കരാർ ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ സർക്കാർ. ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിന് പുറമെ സീപ്ലെയിൻ പദ്ധതിയെ സ്വാഗതം ചെയ്ത് കൈനഗിരി പഞ്ചായത്തും. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ന്യൂസ് 18-നോട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുരളീധരൻ കോഞ്ചേരി ഇല്ലം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗുരുതര വീഴ്ചയിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായി വീണ്ടും വാർത്തയിലേക്ക്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ആലപ്പുഴ സ്വദേശി മുരളീധരൻ കോഞ്ചേരി ഇല്ലം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI അന്വേഷണം ആവശ്യമുന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മുത്തമ്പലം സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 4-അംഗ സംഘം സ്വർണം കവർന്നത്. ഇന്നലെ രാത്രി 10:30-യോടെയായിരുന്നു കവർച്ച. ഗുലാം നബി ആസാദ് ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, ഈ കവർച്ചാ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് കടയടച്ച് കുട്ടമ്പലം സ്വദേശി മൈജു, സ്വർണ്ണ വ്യാപാരിയും സ്വർണ്ണ ആഭരണ നിർമ്മാതാവുമായ മൈജു കടയടച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വെച്ചാണ് ഒരു കാറ് വന്ന് സ്കൂട്ടറിന്റെ മുകളിലിരിക്കുകയും കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2 കിലോയോളം സ്വർണം തട്ടിയെടുക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ മൈജുവിന് പരിക്കേറ്റു. മൈജുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം പോലീസ് സ്ഥലത്തെത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധന നടത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്.
ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഉദയൻകുളങ്ങരയിൽ ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ ശ്രമിച്ച പ്രതിയെ പിടികൂടി നാട്ടുകാർ. വള്ളുക്കോട്ടുകോണം ഇലങ്കം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കെത്തിയ കള്ളനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച CCTVയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് നാട്ടുകാർ കള്ളനെ പിടിച്ചത്? അശ്വതി, ഇന്നലെ രാത്രിയായിരുന്നു മോഷ്ടാവ് ഈ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കയ്യിൽപ്പെടുന്നത്. ഉദയംകുളങ്ങര ഇലങ്കം ക്ഷേത്രത്തിലായിരുന്നു മോഷണ ശ്രമം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെ പൊളിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഈ ക്ഷേത്രത്തിലേക്ക് ചില മോഷണ ശ്രമം നടന്നതിനെ തുടർന്ന് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടെ CCTV സ്ഥാപിച്ചിരുന്നു. തുടർന്നായിരുന്നു ഇന്നലെ രാത്രി നിരീക്ഷണത്തിലായിരുന്നു ഇന്നലെ മോഷ്ടാവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ശ്രീകോവിൽ തകർക്കാൻ ശ്രമിച്ച മോഷ്ടാവ് പിടിയിലാകുന്നത്. നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പാറശാല പോലീസിന് കൈമാറി. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെന്തിൽ എന്ന സേലം സ്വദേശിയായ സെന്തിലാണ് പിടിയിലായെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാത്തൊരു വിവരം പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ പറ്റും. അശ്വതി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ഗുണ്ട ആക്രമണം. ഹോട്ടൽ ജീവനക്കാരൻ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാന് വെട്ടേറ്റു. കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലാണ് ആക്രമണം നടന്നത്. വധശ്രമം അടക്കം ഉള്ള കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. കാലിനും കൈക്കും വളവുമുണ്ട്. എന്നാൽ സ്കാനിങ്ങിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമിയും പറയുന്നത്. നിലവിൽ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസ തടസ്സമാണ്. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നാക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഒന്നാമത്തെ വിഷയം, മെയിൻ ആയിട്ടുള്ള വിഷയം അതാണ്. ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞിന്റെ മിഴി ഉണ്ട്, മിഴി തുറക്കത്തില്ല. കണ്ണിന് ഉള്ള പോയിന്റിൽ നേരെ ഒരുപാട് താഴത്താണ് കണ്ണിരിക്കുന്നത്. 1 മാസം മരുന്നൊഴിക്കെന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജനനേന്ദ്ര പ്രശ്നം. കുഞ്ഞിന്റെ കാലിന്റെ പത്തിക്ക് വളവുണ്ട്. പിന്നെ ചെവി യഥാസ്ഥാനത്തല്ല. ചെവിയുടെ കേൾവി കറക്റ്റ് അല്ല. ചെവിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത്. പിന്നെ കുഞ്ഞിന്റെ വാ തുറക്കത്തില്ല. ട്യൂബ് ഇട്ടിട്ട് സിറിഞ്ച് വഴിയാണ് നമ്മളിപ്പം ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ ഇത്. എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? അശ്വതി, നിരവധി ആക്ഷേപങ്ങളുള്ള ആശുപത്രിയാണ് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ന്യൂസ് 18 തന്നെ നിരവധി പരമ്പരകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ചികിത്സ തേടി ആളുകൾ മരണപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അക്കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിന് സമാനമായ രീതിയിൽ ഒരു ഗുരുതര സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ലജ്നത്ത് വാർഡിലെ സുറുമി, അനീഷ് ദമ്പതികളുടെ കുട്ടിയാണ് ഗുരുതരമായ അംഗവൈകല്യത്തോടെ അപൂർവ രീതിയിലാണ് കുഞ്ഞ് ജനിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം. കുഞ്ഞിന്റെ ശരീരഭാഗത്തുടനീളം വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് WNC ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ്. ഈ കേസിലും ഡോക്ടർ പുഷ്പ 1ാം പ്രതിയായാണ് വന്നിരിക്കുന്നത്. കാരണം സുറുമിയും ചികിത്സ തേടിയിരുന്നത് WNCയിൽ ഡോക്ടർ പുഷ്പയുടെ കീഴിലായിരുന്നു. പലതവണ ഇവർ നിർദ്ദേശിച്ച ഡോക്ടർമാരെ അടക്കം സ്കാനിങ്ങിനായി ഇവർ പോയി. അത് സ്വകാര്യ സ്കാനിംഗ് ലാബുകളിലാണ് ഇവർ നിർദ്ദേശിച്ചിരുന്നത്. ആ സ്വകാര്യ സ്കാനിംഗ് ലാബിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവ 4 ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. WNC ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ പുഷ്പ, ഒപ്പം തന്നെ ഡോക്ടർ ഷേർലി, ഇവർക്കെതിരെയും ഇവർ 2 പേരുമാണ് ഈ സുറുമിയെ ചികിത്സിച്ചിരുന്നത്. ഗർഭാവസ്ഥയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയും കുട്ടിയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നത് ഈ 2 ഡോക്ടർമാരാണ്. ഒപ്പം തന്നെ ഇവിടെയുള്ള മിഡാസ് എന്ന് പറയുന്ന സ്വകാര്യ ലാബിലെ ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതായത് ശരണ്യ, ഈ വിഷയത്തിൽ ഈ കുഞ്ഞിന് ഇത്രയും വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ സ്കാനിംഗ് നടന്നപ്പോഴും ഇതൊന്നും ഇവർക്കാർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അല്ലേ? അതെ, അത് തന്നെയാണ് പ്രധാന ആരോപണം. അതായത് കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് 1-ാം മാസം മുതൽ തന്നെ സ്കാനിംഗ് നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ 1-ാം മാസത്തിലും 3-ാം മാസത്തിലും ഒക്കെ നടന്ന സ്കാനിങ്ങുകളൊന്നും തന്നെ ഈ കുഞ്ഞിന് ഇത്രയധികം അംഗവൈകല്യം, അതായത് ആന്തരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല കുട്ടിക്കുള്ളത്, അതിന്റെ ശരീരത്തിൽ അടക്കം, അതായത് സ്കാനിങ്ങിൽ കൃത്യമായി വ്യക്തമാകുന്ന രീതിയിൽ കുട്ടിയുടെ ശരീരത്തിലടക്കം നിരവധി അംഗവൈകല്യങ്ങളുണ്ട്. കണ്ണ് യഥാസ്ഥാനത്തല്ല, ഒപ്പം തന്നെ കുട്ടിക്ക് വാ തുറക്കാനാകില്ല. മലർന്നു കിടന്നാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ശ്വാസം എടുക്കാൻ കുഞ്ഞിന് കഴിയില്ല. കമഴ്ത്തിയാണ് കുട്ടിയെ കിടത്തുന്നത്. ഒപ്പം തന്നെയാണ് കാലിന്റെ കാൽപാദങ്ങൾ വളഞ്ഞിട്ടുണ്ട്, കൈകൾക്ക് അംഗവൈകല്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പുറമേ തന്നെ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാണ്. ഒരു ഘട്ടത്തിൽ പോലും ഈ സ്കാനിങ്ങിൽ ഇവർ ശ്രദ്ധയോടെ ഇത് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ സർജറിയുടെ തലേദിവസം അനസ്തേഷ്യ ഡോക്ടറെ കാണാനായി പറയുന്നു. അതായത് സിസേറിയൻ ആയിരുന്നു സുറുമിക്ക് നിർദ്ദേശിച്ചിരുന്നത്. തുടർന്ന് സർജറിയുടെ തലേദിവസം അനസ്തേഷ്യ ഡോക്ടറെ കാണാൻ പറയുന്നു. പെട്ടെന്ന് സാധാരണ തന്നെ ഇവർ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവിടെ എത്തി ആദ്യ പരിശോധനയിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ കുട്ടിക്ക് അംഗവൈകല്യമുള്ള കുട്ടിയാണ് എന്നവർ പറഞ്ഞു. പിന്നീട് സിസേറിയൻ നടത്തി കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ പരിശോധന ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ഈ ഡോക്ടർ പുഷ്പ അടക്കമുള്ള, ഡോക്ടർ ഷേർലി അടക്കമുള്ള മുതിർന്ന WNC ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും, ഒപ്പം ഈ സ്കാനിംഗ് ചെയ്ത 2 സ്വകാര്യ ലാബ്, ശങ്കർ ലാബിലെ ഡോക്ടറും ഒപ്പം തന്നെ മിഡാസ് ഹെൽത്ത് കെയറിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇവർ പുറത്തേക്ക് സ്കാനിങ് എഴുതി കൊടുത്തിട്ട് അവിടെ പോയാണ് സ്വകാര്യ ലാബുകളിലാണ് ഇവർ. ശരി, അതാണ് 4 ഡോക്ടർമാർ വിചാരിച്ചിട്ടും ആ കുട്ടിയുടെ വൈകല്യം ആ സമയത്ത് ഗർഭാവസ്ഥയിൽ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. മറക്കരുത് വയനാടിനെ. പേരാണ് സർക്കാരിന്റെ കണക്കിൽ ചൂരൽമല ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത്. ഒരിക്കലും മടങ്ങി വരില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരുടെ ബന്ധുക്കൾ ഇവർക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ഒന്നുകിൽ ഇവർക്കായി തിരച്ചിൽ തുടരണം, അല്ലെങ്കിൽ ഇവരെ മരിച്ചതായി കണക്കാക്കി സർക്കാർ രേഖകൾ നൽകണം. ഇവരുടെ ആവശ്യം ഇത്രമാത്രമാണ്. എൻ്റെ മക്കളും അതുപോലെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനും എല്ലാം ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആ മക്കളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ഭാര്യ, കാരണം ഒരു അമ്മയാണ് അവൾ, ഇപ്പോഴും 126 ദിവസമായിട്ട് മക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ട് പോലും അവൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എൻ്റെ ഇക്കാനെ കിട്ടിയിട്ടില്ല, ഇക്കാൻ്റെ DNA അറിഞ്ഞിട്ടില്ല. അതുപോലെ ഇക്കാൻ്റെ ഏട്ടൻ്റെ 2 മക്കളത്, അങ്ങനെ 42 പേരുണ്ട് ഇനിയും കിട്ടാൻ. DNA ഇന്ന് വരും നാളെ വരും എന്ന് പറയല്ലാതെ അതിനെക്കുറിച്ചും യാതൊരു ഇതുമില്ല. തന്റെ പൊന്നോമനകളായ 2 മക്കളെയാണ് സുബൈർ കാത്തിരിക്കുന്നതെങ്കിൽ ജസലയുടെ കാത്തിരിപ്പ് തന്റെ പ്രിയതമൻ ഷാജഹാന് വേണ്ടിയാണ്. ചൂരൽമല സ്വദേശി അബൂബക്കറിന് ഭാര്യ ആയിഷയും മൻസൂറിന് ഉമ്മ പാത്തുമ്മയും ഇന്നും വിങ്ങുന്ന ഒരോർമ്മയാണ്. കാരണം ഇവരുടെയൊന്നും ശേഷിപ്പ് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതല്ലെങ്കിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഇവരുടേതെന്ന് തെളിയിക്കുന്ന പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. സർക്കാരിന് മുൻപിൽ ഇവരുടെയെല്ലാം അപേക്ഷ പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് MLA ടി സിദ്ദിഖ്. നിങ്ങളോട് എത്ര തവണ ചോദിച്ചു, എത്ര തവണ നിങ്ങളോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ തെരച്ചിൽ നടത്തൽ പ്രവർത്തനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ്. എല്ലാം മായ്ച്ചു കളഞ്ഞ ദുരന്തമേൽപ്പിച്ച മുറിവുകളിൽ നിന്നും ഒരു നാട് കരകയറാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ കൊളുത്തു വലിക്കുന്ന ഉണങ്ങാത്ത മുറിവുകളായി കാണാമറയത്തുള്ളവരുടെ ഓർമ്മകൾ അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പൂക്കളർപ്പിക്കാൻ അവരെ കണ്ടെത്തിയേ തീരൂ. അതല്ലെങ്കിൽ ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ലെന്ന് സർക്കാർ അടയാളപ്പെടുത്തി നൽകണം. നടപടിക്രമങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വമാണ് ഈ നാടിന് വേണ്ടത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തൃശൂർ വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കന് ദാരുണാന്ത്യം. നടത്തറ വീട്ടിൽ അബ്ദുൾ ഷരീഫാണ് മരിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റതായാണ് സംശയിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഫാമുകളിലൊന്നായ BKD ഫാം ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ കാഴ്ചകൾ കാണാം. 12.5 ഏക്കർ സ്വന്തം ഭൂമിയിലാണ് ഫാം.
200-ലധികം പശുക്കളും 150-ലധികം ആടുകളും ഇവിടെയുണ്ട്. 50,000-ലധികം വിവിധ ഇനം മീനുകളും 40,000-ലധികം കോഴികളും ഫാമിന്റെ ഭാഗമാണ്. 2,000-ലധികം ആയൂർ ജാക്ക് പ്ലാവുകളുമുണ്ട് ഫാമിൽ. ഇനിയും വിവിധ ഇനങ്ങൾ ഫാമിന്റെ ഭാഗമാകും. കേരളത്തിലെ ഏറ്റവും വലിയ ഫാമുകളിൽ ഒന്നുകൂടിയാണ് ആലത്തൂർ നെല്ലിക്കൽക്കാടുള്ള BKD ഫാം ആൻഡ് ഡയറി പ്രോഡക്ട്സ്. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ഫാം. ഒരു വർഷത്തോളമായിട്ട് BKD ഫാമിൽ 200-ൽ പരം പശുക്കളും ഒരു 150ഓളം ആടുകളുണ്ട്. അത് നല്ല രീതിയിലൊരു ഫാം ടൂറിസം ആക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളുടെ BKD ഗ്രൂപ്പിൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ അതിൽ കോഴികളുണ്ട്. ഒരു 40,000-ഓളം കോഴികളിടാം. ഇപ്പോൾ ഒരു 20,000 കോഴികളോളം ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ മാസത്തോടു കൂടി 40,000 കോഴികൾ തയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇതുണ്ട്, മീനിൻ്റെ ഒരു വലിയൊരു കുളമുണ്ട്. അതിലിപ്പോൾ വരാലിനെയും കരിമീനും ഇടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിൽ വെള്ളമൊക്കെ നിറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ നമ്മളത് ഇടുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്താണ് സൊസൈറ്റിയുടെ പ്രവർത്തനം. വരും കാലങ്ങളിൽ കാർഷിക അഭിവൃദ്ധിക്കൊരു മുതൽക്കൂട്ടാണ് BKD ഫാം എന്നതിൽ സംശയമില്ല. ഇതിനു പുറമെ വരും കാലങ്ങളിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫാം ടൂറിസം പദ്ധതി നടപ്പിലാക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 ആലത്തൂർ. കായിക വാർത്ത നോക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. തുടർച്ചയായ തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ നേടിയ ഉജ്ജ്വല വിജയം നൽകിയ ആത്മവിശ്വാസവുമായാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത്. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. 6ാം സ്ഥാനത്തുള്ള ഗോവയ്ക്ക് 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുണ്ട്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. This news is